മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കോട്ട് ബലാത്കാരത്തിനിടയാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുകയാണ് ഈ യുവതി. മനോനില വീണ്ടെടുത്തു കഴിഞ്ഞാൽ യുവതിയുമായി തെളിവെടുപ്പ് നടത്തും പോലീസ്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. കഴിഞ്ഞ ദിവസമാണ് അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ വാർത്ത പുറത്തു വന്നത്. അതിന് പിന്നാലെ അരീക്കോട് പോലീസ് 3 FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ നിലവിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അരീക്കോട് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് യുവതിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ മനോനില വീണ്ടെടുത്തു കഴിഞ്ഞാൽ പോലീസ് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്തുക. ഈ പെൺകുട്ടി യുവതിയെ എവിടെയൊക്കെയാണ് എത്തിച്ച് പീഡനത്തിന് ഇരയാക്കിയത്, എവിടങ്ങളിൽ വെച്ചാണ് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടതെന്നടക്കം വിശദമായി ചോദിച്ചതിന് ശേഷം അവിടെ എത്തി തെളിവ് ശേഖരിക്കുക അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. കാരണം 2022-23 വർഷ കാലയളവിൽ നടന്ന ഒരു പീഡനവും ബലാത്സംഗവും ആയതുകൊണ്ട് തന്നെ പോലീസിന് നിലവിൽ ഇവരുടെ മൊഴിയെടുക്കാതെ പോലീസിന് മറ്റുള്ള തെളിവ് ശേഖരിക്കാനോ അതല്ലെങ്കിൽ പ്രതികളെ പിടികൂടാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ മനോനില വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഇവരെ പ്രധാനമായും മൊഴിയെടുക്കുക, അതോടൊപ്പം തന്നെ തെളിവ് പ്രധാനമായും CCTV അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലത്തെ നീക്കം. അതുകൊണ്ട് തന്നെ യുവതി നിലവിൽ കോഴിക്കോട് ആശുപത്രി നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്നും മടങ്ങും അല്ലെങ്കിൽ തിരിച്ചെത്തുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ ക്രൂരമായ ഒരു ബലാത്സംഗത്തിനാണ് 38-കാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ഇരയായിരിക്കുന്നത്. 2015 മുതൽ അയൽവാസിയായ മുഖ്യപ്രതിയുമായി ഈ യുവതിക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ യുവതിയെ പലതവണ ഉപയോഗിക്കുകയും പിന്നീട് മറ്റുള്ള പലർക്കായി കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ. ഇവരുടെ സഹോദരനാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്രയും വലിയൊരു ക്രൂരമായ പീഡനം നടന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവതിയുടെ സ്വർണവും പണവും എല്ലാം തന്നെ ഈ മുഖ്യപ്രതി അപഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മാനസിക പ്രയാസം ഉള്ള യുവതിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ധൈര്യം പ്രതികൾക്ക് വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം പുറത്ത് ഒരു നിലക്കും പറയില്ല എന്നുള്ളതായിരുന്നു ഇത്രയധികം വലിയൊരു ക്രൂരതയിലേക്ക് പ്രതികളെ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല വളരെ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.